ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷാർജയിൽ 600 ദിർഹത്തെ ചൊല്ലിയുള്ള തർക്കം അക്രമാസക്തമായതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ബംഗ്ലാദേശ് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റതായും ഷാർജ പോലീസ് അറിയിച്ചു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാർജയിലെ ഒരു വ്യാവസായിക മേഖലയിലാണ് സംഘട്ടനം നടന്നത്. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് അറിയിച്ചു. 600 ദിർഹം കടത്തെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയതെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ബംഗ്ലാദേശ് യുവാവ് കടമായി വാങ്ങിയ 600 ദിർഹം തിരികെ ചോദിച്ചെത്തിയായിരുന്നു സംഘം. ബംഗ്ലാദേശ് യുവാവുമായും കൂടെയുണ്ടായിരുന്ന 2 സഹോദരന്മാരുമായും പണം ചോദിച്ചെത്തിയ സംഘം വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും പിന്നീടത് ആക്രമണത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. രാജ്യത്തെ കുതിച്ചുയരുന്ന താപനിലയും വർദ്ധിച്ച ഉപഭോഗവും കാരണം കുവൈറ്റിലെ വൈദ്യുതി ശൃംഖലയ്ക്ക് ലോഡ് താങ്ങാനാകാത്ത സ്ഥിതിയാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി ഉപയോഗം ചൊവ്വാഴ്ച അതിൻ്റെ റെക്കോർഡിൽ എത്തിയതായും അധികൃതർ വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകത സൂചിക റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അത് അപകടകരമായ നിലയിലേക്ക് അടുക്കുന്നതായും അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ വൈദ്യുതി ഉപയോഗം 17,640 മെഗാവാട്ടിലെത്തി. രാജ്യത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതിനെ തുടർന്നാണ് വൈദ്യുതി ഉപഭോഗത്തിൽ അഭൂതപൂർവമായ വർധനവുണ്ടായത്. അടിയന്തര ഘട്ടങ്ങളെ നേരിടാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി വൈദ്യുതി, ജലം, പുനരുൽപ്പാദക ഊർജ്ജ മന്ത്രാലയം അതിൻ്റെ എമർജൻസി ടീമുകളെ സജീവമാക്കിയിട്ടുണ്ട്. ബാക്കപ്പ് ജനറേറ്ററുകളും വിന്യസിക്കുകയും പ്രധാന വൈദ്യുതി വിതരണ ശൃംഖലകൾ നിരീക്ഷിക്കാൻ സാങ്കേതിക ടീമുകളെ സജ്ജരാക്കുകയും ചെയ്തു. പ്രധാന സബ് സ്റ്റേഷനിലെ 2 സബ് ഫീഡറുകൾ തകരാറിലായതിനെ തുടർന്ന് ജാബ്രിയ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ബ്ലോക്ക് 8-ൽ ഇന്നലെ വൈദ്യുതി മുടങ്ങി. എന്നാൽ അത്യാഹിത വിഭാഗങ്ങൾക്ക് പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. ഡിമാൻഡിലെ കുതിച്ചുചാട്ടം പരിഹരിക്കുന്നതിനും വൈദ്യുതി ഉൽപ്പാദന പ്ലാന്റുകൾക്കും പ്രധാന ഉപശൃംഖലകൾക്കുമായി സമഗ്രമായ അടിയന്തര പദ്ധതി വികസിപ്പിക്കുന്നതിനുമായി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേർന്നതായി മുതിർന്ന മന്ത്രാലയം വൃത്തങ്ങൾ സൂചിപ്പിച്ചു. യുഎഇയിൽ വിസ നിയമലംഘകർക്ക് 2 മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഭാവിയിൽ ഇത്തരം സംഭവം ആവർത്തിക്കാനുള്ള മുൻകരുതൽ നടപടികളുമായി യുഎഇ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 മുതൽ റെസിഡൻസി ചട്ടങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുകയും നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി. നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് വിസ നിയമലംഘകരെ കാത്തിരിക്കുന്നത്. ഇതൊഴിവാക്കാൻ വിസ, റെസിഡൻസി നിയമങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അധികൃതർ കൂട്ടിച്ചേർത്തു. അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന കൊടുങ്കാറ്റ് അതിതീവ്രമാകാനുള്ള സാധ്യത കുറവാണെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ അറിയിപ്പ്. സൂർ വിലായത്തിലെ റാസ് അൽ ഹദ് തീരത്ത് നിന്നും 410 കിലോമീറ്റർ അകലെയാണ് കാറ്റുള്ളത്. ഏറ്റവും അടുത്തുള്ള മഴമേഘങ്ങളുടെ ദൂരം 210 കിലോമീറ്ററാണ്. കാറ്റിന്റെ വേഗത 35 മുതൽ 45 നോട്ട് വരെയാണ്. ഒമാന്റെ ഭാഗത്തേക്ക് ദിശ മാറിയിട്ടുള്ള ന്യൂനമർദ്ദം ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്നും നാളെയും മസ്കറ്റ്, തെക്ക് വടക്ക് ഷെർക്കിയ ഗവർണറേറ്റുകളിലും അൽവുസ്ത ഗവർണറേറ്റിന്റെ ചില ഭാഗങ്ങളിലും മഴ ലഭിച്ചേക്കും. 30 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കുമെന്നും 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഒമാൻ കടലും അറബിക്കടലും വരും മണിക്കൂറുകളിൽ പ്രക്ഷുബ്ധമാകും. തിരമാലകൾ 3 മുതൽ 5 മീറ്റർ വരെ ഉയരാൻ ഇടയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും സാധ്യതയുണ്ട്. കടലിൽ പോകുന്നവർ സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണം. തിര ഉയരുന്ന സമയങ്ങളിൽ കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്ത് ചെമ്മീൻ സീസൺ ഇന്ന് ആരംഭിക്കും. കടലിൽ നിന്നും വലിയ ചെമ്മീനുകൾ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ 2 മാസത്തെ വിലക്ക് ഫിഷറീസ് മന്ത്രാലയം എടുത്തുകളഞ്ഞു. സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള കാലയളവിലാണ് കൊഞ്ച് സീസണായി കണക്കാക്കുന്നത്. ചെമ്മീൻ പിടിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നിയമങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. വിലക്ക് നീങ്ങിയതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെമ്മീൻ ബന്ധനത്തിനായി മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിയിരിക്കുകയാണ്. അൽവുസ്ത, ദോഫാർ, തെക്കൻ ഷെർക്കിയ തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ബന്ധനങ്ങൾ നടക്കുക. നീണ്ട 60 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വൻ ചാകര ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ.
മിഡിൽ ഈസ്റ്റ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യ കലവറയാകാൻ ഒരുങ്ങുന്ന ഖസായിൽ ഫുഡ് സിറ്റിയുടെ പുരോഗതി കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, റിയാദ് ഒമാൻ, ഇൻവെസ്റ്റ് ഒമാൻ, അസ്യാദ് ഗ്രൂപ്പ് പ്രതിനിധികളും സംഘത്തിലുണ്ടായിരുന്നു. ഖസായിൽ ഇക്കോണമിക് സിറ്റിയോട് ചേർന്ന് 10 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി നിർമ്മിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ 50 ദശലക്ഷം റിയാൽ ചെലവിലാണ് ഖസായിൽ സിറ്റി ഒരുങ്ങുന്നത്. ഇതിലെ പ്രധാന ഭാഗമായാണ് ഭക്ഷ്യനഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ പാക്കേജിംഗ്, വിതരണം, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഫുഡ് ഇൻഡസ്ട്രീസ് സോൺ ഇവിടെയുണ്ടാകും. ഒമാനിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഹബ്ബാകുന്ന ഫുഡ് സിറ്റിയുടെ മൊത്തം നിക്ഷേപം 40 ദശലക്ഷം ഒമാനി റിയാലാണ്. സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് പിന്തുണയേകുന്നതാണിത്. ഭക്ഷ്യമേഖലയിൽ പ്രാദേശിക, അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാനും ഇതിലൂടെ സാധിക്കും. മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനുള്ള അന്താരാഷ്ട്ര കേന്ദ്രമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാനിൽ നിന്നും മേഖലയിലെ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരം ഖസായിൽ ഫുഡ് സിറ്റിയിൽ ലഭ്യമാകും. ആഭ്യന്തര കാർഷിക വളർച്ചയും ഇതിന് സഹായകമാകും. ഇതിന്റെ കൂടി ഭാഗമായി രാജ്യത്ത് കാർഷിക മേഖലയുടെ വ്യാപനം അധികൃതർ സാധ്യമാക്കി വരികയാണ്. ഖസായിൽ സിറ്റിയിലെ പുതിയ പഴം, പച്ചക്കറി മൊത്ത വ്യാപാര കേന്ദ്രം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ സഹായിക്കും. വിശാലമായ ട്രക്ക്, കാർ പാർക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, വെയർഹൌസ്, കസ്റ്റംസ്, കാർഷിക ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും സിറ്റിയുടെ പ്രത്യേകതയാണ്. ഖരീഫ് കാലം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഗൾഫ് നാടുകളിൽ സ്കൂൾ അവധിക്കാലം കഴിയുന്നതിനാൽ ദോഫാറിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് കുടുംബങ്ങളായെത്തിയ സഞ്ചാരികൾ. 2 ആഴ്ച വരെ ദോഫാറിൽ ചെലവഴിച്ചാണ് ഇവരിൽ പലരും മടങ്ങിയെത്തുന്നത്. കുട്ടികളുമായി യാത്ര ചെയ്തവരാണ് ഇപ്പോൾ മടക്കയാത്രക്കാരിൽ ഭൂരിഭാഗവും. രാത്രികാലങ്ങളിലാണ് കൂടുതൽ പേരും യാത്രക്കായി തിരഞ്ഞെടുക്കുന്നതും. വാഹനങ്ങൾ കുറയുന്നതും പകൽ സമയത്തെ ചൂടിൽ നിന്നും രക്ഷ നേടാനുമാണിത്. എങ്കിലും നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ രാത്രി യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതിനാൽ റോഡിൽ തിരക്കേറിയിട്ടുണ്ട്. മടക്കയാത്രകളും സുരക്ഷിതമാക്കണമെന്നും ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സുരക്ഷാ അധികൃതർ നിർദ്ദേശിക്കുന്നു. അതേസമയം UAE, സൗദി തുടങ്ങിയ അയൽരാഷ്ട്രങ്ങളിൽ നിന്നും എത്തിയ സഞ്ചാരികൾ മടക്കയാത്രയിലായതിനാൽ തന്നെ സൗദി അതിർത്തിയിലെ റുബുൽ ഖാലി, UAE അതിർത്തികളിലെ ഹത്ത ബോർഡറുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നുള്ള പ്രവാസി സഞ്ചാരികൾ ഉൾപ്പെടെ തിരികെ യാത്രയിലാണ്. സെപ്റ്റംബർ ആദ്യവാരത്തോടെ ഇതര ഗൾഫ് നാടുകളിലും അവധിക്കാലം അവസാനിക്കും. സ്വദേശി സ്കൂളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചതിനാൽ ഇവർ ഓഗസ്റ്റ് 3-ാം വാരത്തോടെ തന്നെ സലാലയിൽ നിന്നും മടങ്ങിയിരുന്നു. മസ്കറ്റ്, സൊഹർ, ബുറൈമി തുടങ്ങിയ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ആഴ്ചകളിൽ സലാലയിൽ എത്തിയവരാണ് വീടുകളിലേക്ക് മടങ്ങിയത്. റോഡുകളിലും തിരക്ക് വർദ്ധിക്കാൻ ഇത് കാരണമാക്കി.